ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുണ്ണികളെ, ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം. പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. സ്നേഹമുള്ളവരെ, ചിലപ്പോഴെങ്കിലും നമ്മുടെ മക്കളുടെ വഴിതെറ്റലുകൾക്ക് പുറകിൽ ഒരുപക്ഷെ നമ്മുടെ കരുതലും കാവലുകളുടെയും മക്കളോടുള്ള സ്നേഹത്തിൻ്റെ അഭാവവും ഉണ്ട് എന്നത് ഒരു സത്യമാണ്. ഞാൻ ബസിലിക്കയിൽ കൊച്ചനായിരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഒപ്പീസ് പ്രാർത്ഥന ചൊല്ലി സിമിത്തേരിയിൽ നിന്ന് ഞാൻ പോരുകയാണ്. അപ്പോൾ ഒരു 10-24 വയസ്സായൊരു പയ്യൻ, അവൻ എന്നെ കണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ തിരക്കിലാണോ? ഞാൻ പറഞ്ഞു, അല്ലല്ലോ മോനു, എന്താണ്? അച്ഛനൊരു സഹായം ചെയ്യാമോ? ഞാൻ ചോദിച്ചു, എന്ത് സഹായമാണ്? അവൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ആ കല്ലറ കണ്ടോ? ഞാൻ പറഞ്ഞു, കണ്ടു. ആ പൂക്കളൊക്കെ വെച്ച് ചന്ദനത്തിരിയും മെഴുകുതിരിയും കത്തിച്ചു വെച്ച കല്ലറ? ഞാൻ പറഞ്ഞു, കണ്ടു. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കല്ലറ കണ്ടു? ഞാൻ പറഞ്ഞു, കണ്ടു. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കല്ലറ കണ്ടു? ഞാൻ പറഞ്ഞു, കണ്ടു. അത് എൻ്റെ അപ്പച്ചൻ്റെ കല്ലറയാണ്. ഞാൻ പറഞ്ഞു, മോൻ്റെ അപ്പച്ചൻ മരിച്ചുപോയോ? അവൻ പറഞ്ഞു, ഊവച്ച, എൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി. ഞാൻ പറഞ്ഞു, എങ്ങനെയാണ്? അപ്പോൾ അവൻ പെട്ടെന്ന് ഒന്നും മിണ്ടാതെ കണ്ട് നിശബ്ദനായി കരഞ്ഞുകൊണ്ട് നിന്നു. ഞാൻ പറഞ്ഞു, ഓക്കെ 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 ഓക്കെ. ഞാൻ ചോദിച്ചു, എന്ത് സഹായമാണ് എന്നോട് ചോദിച്ചത്? അവൻ എന്നോട് പറഞ്ഞു, ആ ആദ്യം കണ്ട കല്ലറയിൽ അവിടെയുള്ള ഗ്രാനൈറ്റ് സ്ലാബിൽ ആ മരിച്ചുപോയ വ്യക്തിയെക്കുറിച്ച് എന്തോ എഴുതി വെച്ചിരിക്കുന്നത് അച്ഛൻ കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എന്തോ എഴുതി വെച്ചത് കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തെ കല്ലറയിൽ എഴുതി വെച്ചത് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അതുപോലെ എൻ്റെ അപ്പച്ചൻ്റെ കല്ലറയിൽ സ്ലാബിൽ എൻ്റെ അപ്പച്ചനെ കുറിച്ച് ഒരു വാക്യം അച്ഛൻ സാഹിത്യം കലർത്തി ഒന്ന് എഴുതി വയ്ക്കാൻ ഒന്ന് എഴുതി തരാമോ? സാഹിത്യം കലർത്തി എന്ന് പറഞ്ഞത് എന്നെ ഏറെ അസ്വസ്ഥപ്പെടുത്തി. ഞാൻ അവനോട് പറഞ്ഞു, മോനുവിൻ്റെ അപ്പച്ചനെ എനിക്കറിയത്തില്ല. ഞാൻ വരണേക്കാൾ മുമ്പ് അപ്പച്ചൻ മരിച്ചിട്ടുണ്ട്. മാത്രമല്ല സാഹിത്യത്തിൽ എനിക്ക് വലിയ പിടിപാടുമില്ല. അതുകൊണ്ട് എൻ്റെ മോനു ഒരു വാക്യം അപ്പച്ചനെ കുറിച്ച് പറഞ്ഞാൽ അത് ഞാൻ ഇത്തിരി കൂടി നല്ലൊരു ഭാഷയിൽ എഴുതാൻ ഞാൻ സഹായിച്ചേക്കാം. മോൻ്റെ അപ്പച്ചനെ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് മോൻ പറഞ്ഞാൽ അച്ഛൻ സഹായിക്കാം. അവൻ പറഞ്ഞു, അത് വേണ്ട, അച്ഛൻ തന്നെ എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞു, മോനെ, എനിക്ക് മോൻ്റെ അപ്പച്ചനെ അറിയത്തില്ല, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുഭവമല്ലേ നമ്മൾ. അവൻ എന്നോട് പറഞ്ഞു, അച്ഛൻ തന്നെ. ഞാൻ പറഞ്ഞു, മോനൊരു വാക്യം പറഞ്ഞാൽ അച്ഛൻ നിർബന്ധമായി എഴുതി തരാം. പെട്ടെന്ന് അവൻ പറഞ്ഞു, എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിലല്ലേ. ഞാൻ പറഞ്ഞു, അതെന്താ മോനു അങ്ങനെ പറഞ്ഞത്? എന്താ അങ്ങനെ പറഞ്ഞത്? എൻ്റെ മോനുവിന് അപ്പച്ചനെ കുറിച്ചൊന്നും പറയാനില്ലേ? മോനുവിന് എത്ര വയസ്സായി? അവൻ പറഞ്ഞു, 24 വയസ്സ്. 24 വർഷം എൻ്റെ മോൻ അപ്പച്ചൻ്റെ കൂടെ ജീവിച്ചതല്ലേ. ആ അപ്പച്ചനെ കുറിച്ച് എൻ്റെ മോൻ ഒരു വാക്യം പോലും, ഒരു ഓർമ്മയുടെ ചീന്ത് പോലും പറയാനില്ല. പെട്ടെന്ന് അവൻ പറഞ്ഞു, അച്ഛനറിയോ എൻ്റെ അപ്പൻ ആരായിരുന്നെന്ന്? എൻ്റെ അപ്പച്ചൻ ആരായിരുന്നെന്ന് അച്ഛനറിയോ? എൻ്റെ അപ്പച്ചൻ ഒരു വിഖ്യാതനായ മദ്യപനായിരുന്നു. എൻ്റെ അപ്പച്ചൻ എന്നും കുടിച്ചു കൂത്താടി വീട്ടിലേക്ക് വരും. എന്നും കുടിച്ചു വന്ന് എന്നെയും എൻ്റെ ചേച്ചിയെയും അമ്മയെയും തല്ലിച്ചതയ്ക്കും. ഒരു ദിവസം പോലും സ്നേഹമെന്ന് പറയണത്, സമാധാനം എന്ന് പറയണത്, സ്വസ്ഥത എന്ന് പറയണത്, സന്തോഷം എന്ന് പറയണത് ഈ അപ്പച്ചൻ എനിക്ക് തന്നിട്ടില്ല, ഞങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പച്ചൻ തല്ലിച്ചതച്ച് ഭക്ഷണമൊക്കെ വലിച്ചെറിഞ്ഞ് ചിലപ്പോഴെങ്കിലും മുറ്റത്ത് നിന്ന് ഞങ്ങൾ വിശപ്പ് കൊണ്ട് വാരിയെടുത്ത് കഴിച്ചിട്ടുണ്ട്. എന്നിട്ടും കൊതി തീരാതെ വീടിന് ചുറ്റുവിട്ട് ഓടിച്ച് തല്ലിയിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും തല്ല് പേടിച്ച് മിക്കവാറും ഞങ്ങൾ തൊട്ടടുത്തുള്ള വാഴത്തോട്ടത്തിലും കവുങ്ങും തോട്ടത്തിലും ഒളിച്ചു നിൽക്കാറുണ്ട്. ചിലപ്പോൾ അവിടെയും വന്ന് തല്ലുമ്പോൾ അടുത്തുള്ള വീടുകളിലേക്ക് ഓടി അവർ ഞങ്ങളെ ചായ്പ മുറികളിലോ വരാന്തയിലോ ഒളിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും അപ്പച്ച സ്നേഹം എന്ന് പറയണത് തന്നിട്ടില്ല. എൻ്റെ അപ്പച്ചൻ അമ്മച്ചീൻ്റെ സംശയമായിരുന്നു, ഞങ്ങളെ സംശയമായിരുന്നു. ഞങ്ങളൊന്നും അപ്പച്ചനുണ്ടായതല്ലെന്നാണ് അപ്പച്ചൻ പറയുന്നത്. എന്നും തല്ലിച്ചതയ്ക്കുമായിരുന്നു. അച്ഛാ, ഞാൻ ചിലപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ട് എൻ്റെ അപ്പച്ചനെ തല്ലിക്കൊന്ന് എൻ്റെ അമ്മച്ചിക്കും
ചേച്ചിക്കെങ്കിലും ഒരു സ്വസ്ഥത കൊടുത്തിരുന്നെങ്കിലെന്ന്. പിന്നെ എൻ്റെ അമ്മ പറയും, മോനു അരുത് മോനു, എൻ്റെ മോൻ അങ്ങനെ ഇത് ചിന്തിക്കരുത്. ഞങ്ങൾക്ക് നിന്നെ ജയിലിൽ പോയി കാണാൻ പറ്റില്ല മോനു, അതിനുള്ള ശക്തിയില്ല, എങ്കിൽ ഞങ്ങൾ ഇല്ലാതെ ആവുള്ളൂ. അങ്ങനെയൊക്കെ ചിന്തിച്ചതുകൊണ്ടാണ് ഞാൻ എൻ്റെ അപ്പച്ചനെ കൊന്നു കളഞ്ഞാന്. അത്രയ്ക്ക് ദേഷ്യം എനിക്ക്, അത്രയ്ക്ക് വെറുപ്പാ. ഇവൻ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, മോനെ അങ്ങനെ പറയല്ലേ മോനു അപ്പച്ചനെ പറ്റി. അവനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെയുള്ള ഒരു അപ്പച്ചനെ പറ്റിയാണോ ഇസ്ലാമിൽ ഇങ്ങനെ എഴുതി വെക്കണമെന്ന് എൻ്റെ മോന് പറയണത്? പെട്ടെന്ന് അവൻ പറഞ്ഞു, അതെന്തെന്നറിയോ അച്ഛനറിയോ, അപ്പച്ചൻ കുടിച്ചു കൂത്താടിയിരുന്നപ്പോ, എന്നും ഞങ്ങളെ തല്ലി തകർത്തിരുന്നപ്പോ സ്നേഹം എന്ന് പറയണത് വല്ലപ്പോ തന്നിരുന്നത് വല്യപ്പനും വല്യമ്മയാണ്, അപ്പച്ചൻ്റെ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും. അവരെ ഞങ്ങൾക്ക് അപ്പച്ചൻ കാണാതെ ഭക്ഷണം കൊണ്ടുവന്ന് തരും, കാശ് കൊണ്ടുവന്ന് തരും, വസ്ത്രം കൊണ്ടുവന്ന് തരും. അവർക്കാ ഞങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 41 കുർബാനയ്ക്ക് വന്നപ്പോ അപ്പന്റെ ചേട്ടൻ വല്യപ്പൻ പറഞ്ഞു, ദേ മോനെ, അപ്പൻ എന്ത് നമ്മളോട് ചെയ്തു എന്ന് എൻ്റെ മോൻ നോക്കണ്ട, നമ്മൾ എന്ത് ചെയ്തു എന്നേ ദൈവം നോക്കുള്ളൂ. അപ്പൻ അങ്ങനെയൊക്കെ ആയിരുന്നിരിക്കാം, എങ്കിലും നമ്മുടെ അപ്പൻ്റെ കല്ലറയമേ ഒരു സ്ലാബിൽ എന്തെങ്കിലും ഒന്ന് എഴുതി വെച്ച്, പേരൊക്കെ വെച്ച്, ഒരു പടമൊക്കെ വെച്ച്, നിങ്ങൾക്ക് തലമുറകൾ ഉണ്ടാകുമ്പോൾ ഒന്ന് കാണാനും ഇതാണെന്നൊക്കെ ഓർമ്മിക്കാനോ ഒരെണ്ണം വെക്കണം. വല്യപ്പനാ പറയണത്. വല്യപ്പനോട് സ്നേഹം ഉണ്ടെങ്കിൽ എൻ്റെ മോൻ ചെയ്തിരിക്കണം. വേറെ ഒന്നും വല്യപ്പനോട് പറയണ്ട. എനിക്ക് വല്യപ്പനോട് മറുതലിക്കാൻ പറ്റിയില്ല അച്ഛാ. വല്യപ്പൻ പറഞ്ഞപ്പോ എനിക്ക് പറ്റിയില്ല. ഇപ്പോ വാർഷികം വരാറായി. അപ്പോ വല്യപ്പൻ ചോദിച്ചു, സ്ലാബ് വെച്ചില്ലേന്ന്. അപ്പൊ അതേ എന്തെങ്കിലും എഴുതി വെക്കണ്ടേ? എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, അച്ഛനോട് ചോദിക്കാം. അച്ഛൻ ഓഫീസിൽ ചിലപ്പോൾ കുറെ കല്ലറകളിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടാകില്ലേ. പിന്നെ ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നു, അച്ഛൻ പറഞ്ഞതാ ശരി, സ്വന്തമായിട്ട് എന്തെങ്കിലും എഴുതി വെക്കാനുണ്ടെങ്കിൽ എഴുതി വെക്കേണ്ടതുള്ളൂ. ഇല്ല അച്ഛാ, എനിക്ക് ഈ മനുഷ്യനെ കുറിച്ച് ഒന്നും എഴുതി വെക്കുന്നതേ ഇഷ്ടമില്ല. എനിക്ക് ഈ മനുഷ്യനെ കുറിച്ച് ഓർക്കുന്നതേ ഇഷ്ടമല്ല. ഈ മനുഷ്യനെ കുറിച്ച് ഓർമ്മിക്കുകയാണെങ്കിൽ ലോകം കണ്ട ഹിറ്റ്ലറേക്കാൾ വലിയ ഹിറ്റ്ലർ എന്നോ ക്രൂരനെന്നോ നീചനെന്നോ ഒക്കെ എഴുതി വെക്കണം. വേണ്ട അച്ഛാ, സോറി, അച്ഛനെ ചിറ്റിച്ചതിന് സോറി. അച്ഛൻ പൊക്കോളൂ. എനിക്ക് അപ്പനെ ഓർക്കുന്നത് കലിയ, അപ്പനെ കുറിച്ച് ഓർക്കുന്നത് കലിയ. ഞാൻ ഓർക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഞാൻ അവനെ എന്തോരം പാടുപെട്ടാണ് അവനൊന്ന് ആശ്വസിപ്പിച്ചത് എന്നറിയോ? പ്രിയമുള്ളവരെ, ഈ അപ്പച്ചൻ ഈ മകന്റെ കൂടെ 24 വർഷക്കാലം ജീവിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടാകും, ഞാൻ ഈ മോനെ സ്നേഹിച്ചെന്നോ കടമകൾ നിർവഹിച്ചു എന്നൊക്കെ. പക്ഷേ ഈ മനുഷ്യന്റെ ജീവിതം, ഈ മകന്റെ ജീവിതത്തിൽ ഒരു സ്വാധീനമോ ഒരു സന്തോഷമോ കൊടുക്കാതെ കടന്നുപോയി എന്നതാണ് ഏറ്റവും വലിയ സങ്കടം. പ്രിയമുള്ളവരെ, ഒരു പ്രസിദ്ധനായ സാഹിത്യകാരൻ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ, അദ്ദേഹം തൻ്റെ അപ്പച്ചനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അച്ഛനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛനാണ് ഞാൻ കണ്ട ഈ ലോകത്തിലെ ദൈവീക സാന്നിധ്യം, സാരൂപ്യം. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ ഞാൻ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ കണി കണ്ട ദൈവമായി, സാന്നിധ്യമായി കണക്കാക്കുന്നു എന്ന് വെച്ചാൽ, പ്രിയമുള്ളവരെ, ഈ സാഹിത്യകാരൻ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ പട്ടണത്തിലേക്ക് കുറി അടയ്ക്കാൻ പോവുകയാണ്, പറ്റുപുസ്തകവുമായിട്ട്. അങ്ങനെ കുറി അടയ്ക്കാൻ പോകുമ്പോൾ അമ്മയോട് ഇവൻ പറഞ്ഞു, ഞാനും അച്ഛൻ്റെ കൂടെ പോട്ടെ, എനിക്കും പട്ടണം കാണണം. അച്ഛൻ പറഞ്ഞു, വേണ്ട മോനെ, നീ ഇവിടെ കളിച്ചോളൂ. ഇവൻ ശാഠ്യം പിടിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, സാധിപ്പിച്ചു കൊടുക്കും അച്ഛാ. അങ്ങനെ ഈ അച്ഛൻ ഇവനെയും കൊണ്ട് പട്ടണത്തിലേക്ക് വന്നു. അങ്ങനെ പട്ടണത്തിൽ കുറിയൊക്കെ അടച്ച് എല്ലാം കഴിഞ്ഞ് വാങ്ങേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലേക്ക് പോരാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ സാഹിത്യകാരൻ എന്ന അന്നത്തെ കൊച്ചുബാലൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും വാങ്ങിത്തരൂ. അച്ഛൻ പോക്കറ്റിൽ തപ്പി നോക്കിയപ്പോൾ പോക്കറ്റിലാകെ 50 പൈസയേ ഉള്ളൂ. അവൻ ചോദിച്ചു, മോനെ, നമ്മളിപ്പോൾ വീട്ടിലേക്ക് മടങ്ങി ചെല്ലും, അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ പോരെ? അവൻ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, ഞാൻ ചിലപ്പോൾ വഴിയിൽ തളർന്നു വീഴും, എനിക്ക് എന്തെങ്കിലും വാങ്ങിത്താ അച്ഛാ, ഞാനല്ലേ തളർന്നു വീഴും. കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞാൽ അവന് വിഷമമായാലോ? തൊട്ടടുത്തുള്ള ഒരു ചായപ്പീടിയിൽ കയറി. അവിടെ വില പട്ടികയിൽ മസാല ദോശ 25 പൈസ. അവൻ ചോദിച്ചു, മോനെ, മസാല ദോശ മതിയോ? അവൻ പറഞ്ഞു, എന്തെങ്കിലും മതി. ഉടൻ തന്നെ മസാല ദോശയ്ക്ക് ഓർഡർ കൊടുത്തു. മസാല ദോശ വന്നു. ഒരു നിമിഷം കൊണ്ട് ഈ ചക്കക്കൂട്ടാൻ കണ്ട ഗൃഹിണി കുട്ടികളെ പോലെ ഇവൻ അത് മുഴുവനും കഴിച്ചു. അവസാനത്തെ ഇഷ്ടുക്കറിയിലെ
ഒരു ഉരുളക്കിഴങ്ങ് കഷ്ണം ബാക്കിയുള്ളപ്പോഴാണ് അവ തല ഉയർത്തി നോക്കിയത്. അപ്പോഴോട് തൊട്ട് മുമ്പിലിരുന്ന അച്ഛൻ സൗജന്യമായി ലഭിക്കുന്ന പച്ചവെള്ളം മൂന്തി കുടിക്കുകയാണ്. അവൻ ചോദിച്ചല്ല, അച്ഛൻ മസാല ദോശ വാങ്ങിയില്ലേ? അച്ഛൻ വിശക്കുന്നില്ലേ? കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ മോന് സങ്കടമാവുകയോ കുറ്റബോധം ഉണ്ടാവുകയോ ചെയ്താലോ എന്ന് കരുതി ആദ്യമായി അച്ഛൻ കള്ളം പറഞ്ഞു. മോനു, അച്ഛന് വിശക്കുന്നില്ല. രാവിലെ കഴിച്ച മസാല ദോശ ഇപ്പോഴും അച്ഛൻ്റെ വയറ്റിൽ ദഹിക്കാതെ കിടക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അത് പറഞ്ഞു. അവൻ ചോദിച്ചു, ഈ ഇഷ്ടു കറിയുടെ ഈ ഒരു കഷ്ണം അച്ഛന് വേണോ? എൻ്റെ വയറ് നിറഞ്ഞു, കയ്യോടത് വാങ്ങി കഴിക്കണമെന്നുണ്ട്. എന്നിട്ടും വേണ്ട, മോൻ കഴിച്ചോളം പറഞ്ഞതും കൂടെ വായിൽ വെച്ച് കൊടുത്തിട്ടാണ് അവൻ്റെ കൈ കഴിപ്പിച്ച് അവനെ കൊണ്ടുപോരുന്നത്. അങ്ങനെ ബസ്സിൽ കയറി ഇറങ്ങിയ ഓർഡറിനെ ഇവൻ ഓട്ടമാണ്. അമ്മ കാത്തു നിൽക്കുന്നുണ്ട്. അമ്മയോട് പട്ടണത്തിൽ പോയി വിശേഷങ്ങൾ, മസാല ദോശ വാങ്ങിയ വിശേഷങ്ങൾ എല്ലാം ആയിരുന്നാവ് കൊണ്ട് പറയുകയാണ്. പെട്ടെന്ന് അച്ഛൻ കൂടെ നടന്നിരുന്ന അച്ഛനെ കാണാനില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ എനിക്ക് ദാഹിക്കുന്നു, ഞാൻ വെള്ളം കുടിച്ചിട്ട് ഓടി വന്നിട്ട് ബാക്കി പറയാം. ഇവൻ അകത്തേക്ക് ഓടുമ്പോൾ ഇവൻ അടുക്കളയുടെ വാതിൽക്കൽ ചെന്ന് നോക്കുമ്പോൾ അടുപ്പിന് കീഴ് മുട്ടിപ്പലകയിലിരുന്ന് കുനിഞ്ഞിരുന്ന് കഞ്ഞി മോന്തി കുടിക്കുന്ന അച്ഛനെ കണ്ടു. അവന് മനസ്സിലായി, എൻ്റെ അച്ഛന് വിശക്കുന്നുണ്ടായിരുന്നു. പാവം, നല്ല വിശപ്പുണ്ടായിരുന്നു. കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് എന്ന് ഞാൻ അറിഞ്ഞാൽ അച്ഛൻ വിചാരിച്ചു എനിക്ക് സങ്കടമായാലോ എന്ന്. ഈ സാഹിത്യകാരൻ പറയുന്നുണ്ട്, ഇങ്ങനെ എനിക്ക് വേണ്ടി എത്രയോ ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാതെ എൻ്റെ അച്ഛൻ കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. മുണ്ട് മുറുക്കി ഉടുത്ത് ദിവസങ്ങളെ കടത്തി വിട്ടിട്ടുണ്ട്. എനിക്ക് സന്തോഷമുണ്ടാകാൻ, എനിക്ക് സൗഭാഗ്യമുണ്ടാകാൻ, ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും കിട്ടിയിരുന്നതെല്ലാം വേണ്ടത് വെക്കാൻ എൻ്റെ അച്ഛൻ കാണിച്ച ത്യാഗത്തിന് മുമ്പിൽ ആ മനുഷ്യനെ ഞാൻ ഈശ്വര എന്ന് വിളിച്ചില്ലേ? ഈശ്വരനെ പോലെ കണക്കാക്കിയില്ലേ? ഈശ്വരന്റെ ആൾ രൂപത്തെ കണ്ടില്ലേ? പിന്നെ ഞാൻ ആരെയാണ് ഈശ്വര രൂപമായി കണക്കാക്കുക എന്ന്. ഈ സാഹിത്യകാരൻ തന്റെ അമ്മയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ അമ്മ ഈ ലോകത്തിൽ ഇന്നും കെടാതെ കത്തിച്ചു വെച്ച് കെടാതെ നിൽക്കുന്ന കെടാവിളക്കാണ്. അദ്ദേഹം തന്റെ അമ്മ എങ്ങനെയാണ് ഈ ലോകത്തിൽ കെടാതെ നിൽക്കുന്ന കെടാവിളക്കാകുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നത് രസകരമാണ്. കൊച്ചുനാളിലെ ഇദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു. അതിനുശേഷം പിന്നെ അമ്മയാണ് വളർത്തിയത്. അമ്മയുടെ വളർത്തു ദോഷം കൊണ്ടോ അച്ഛനില്ലാത്ത പേടി ഇല്ലാത്ത അവസ്ഥ കൊണ്ടോ എന്തോ ഈ കുട്ടി കൊച്ചുനാളിലെ തന്നെ ക്ലബ്ബുകളും പാർട്ടി ഓഫീസുകളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കൊക്കെ പോയി. ഇപ്പം എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോകും. ഒത്തിരി വൈകി വീട്ടിലേക്ക് മടങ്ങി വരും. ഒരു ദിവസം അമ്മ പറയും, മോനോ നീ മാത്രമേ എനിക്കുള്ളൂ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കണത്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ അമ്മ ജീവിച്ചിരിക്കത്തില്ല. മോനു നേരത്തെ തന്നെ നിനക്ക് വന്നുകൂടെ, എന്തിനു നേരം വൈകണത്? അമ്മ അതുവരെ ഭക്ഷണം കഴിക്കാതെ ഉറക്കൊളിച്ച് കാത്തിരിക്കല്ലേ? മോനു നേരം വൈകില്ലേ? ആ പ്രായത്തിന്റെ പ്രത്യേകത കൊണ്ടോ എന്തോ അമ്മ പറയുന്നത് ഒരിക്കലും വില വയ്ക്കാറില്ല. എന്നും നേരം വൈകി വരുന്നത് കൂടി വന്നു. ഒരു ദിവസം അവൻ വന്നപ്പോൾ ഒത്തിരി വേർത്തൊലിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അമ്മ ചോദിച്ചു, മോനു എന്തു പറ്റി? ഇന്ന് വല്ലാതിരിക്കുന്ന എന്തു പറ്റി? അവൻ പറഞ്ഞു, ഒന്നുമില്ല അമ്മ, ഞാൻ മടങ്ങി വരുമ്പോ ആ അമ്പലപ്പറമ്പിൽ പെട്ടെന്ന് ഞാൻ കാലെടുത്ത് വെക്കാൻ പോയപ്പോൾ അമ്മ ഒരു പെട്ടെന്ന് പാമ്പ് കടിച്ചേനെ, ഭാഗ്യത്തിന് ചവിട്ടിയില്ല, രക്ഷപ്പെട്ടു, ഭാഗ്യം. അമ്മ പറഞ്ഞു, ബോനു ഇതുകൊണ്ടല്ലേ അമ്മ എന്റെ ബോനുവിനോട് നേരം വൈകല്ലേ, നേരത്തെ വരണം, വെളിച്ചുള്ളപ്പോ കൂടി വരണം എന്നൊക്കെ പറയണത്? നീയും കൂടെ പോയ പിന്നെ അമ്മയ്ക്ക് ആരുമില്ല, നീ മാത്രം അമ്മയ്ക്കുള്ളൂ, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കരുത്. അവൻ പറഞ്ഞു, ഈ അമ്മയുടെ കുഴപ്പം ഇതാ. പറഞ്ഞപ്പോഴേക്കും കണ്ടോ തുടങ്ങി മക്കെട്ട് കയറാൻ. ഇത് അമ്മയോടൊന്നും പറയാത്തത്. പാമ്പ് കടിച്ചൊന്നുമില്ലല്ലോ, കടിക്കാൻ പോയെന്നല്ലേ പറഞ്ഞുള്ളൂ, എന്തോരം പാമ്പുണ്ട്. ഇവൻ ഓരോന്ന് പറഞ്ഞു. അമ്മ പിന്നെയും എണ്ണിപ്പറക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അന്ന് കഴിഞ്ഞു. പിറ്റേന്ന് ഇവൻ പോകാൻ ഒരുങ്ങുമ്പോൾ അമ്മ ഒരു ചിമ്മിനി വിളക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ അടുക്കൽ വന്നു. അവൻ ചോദിച്ചു, എന്തിനാ അമ്മ ഇത്? മോനെ, ഈ ചിമ്മിനി വിളക്ക് നീ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയിക്കോളൂ. എന്തിന്? നീ മടങ്ങി വരുമ്പോ അമ്പലപ്പറമ്പിൽ ഇന്നലത്തെ പാമ്പ് അവിടെ കിടക്കുന്നുണ്ടെങ്കിലോ, എൻ്റെ മോനെ എങ്ങാനും ചവിട്ടി കടിച്ചാലോ? മോനു വെളിച്ചമില്ലാത്ത ഇടമല്ലേ, ഈ വിളക്ക് എൻ്റെ മോൻ കയ്യിൽ പിടിച്ചുകൊണ്ട് പൊക്കോളൂ. അവൻ പറഞ്ഞു, ഈ അമ്മയ്ക്ക് വട്ടാ, ഈ വെളിച്ചമുള്ളപ്പോ ഞാൻ ചിമ്മിനി വിളക്കും കയ്യിൽ പിടിച്ചു പോയാൽ ആളുകൾ ചോദിക്കില്ലേ, നിനക്ക് മെന്റലാണോ, എന്നൊരു ചെമ്പരത്തി പോയി വെച്ച് നടന്നുകൂടെ എന്ന്. ഈ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. അന്നും തല്ലുകൂടിക്കൊണ്ട് ഇറങ്ങിപ്പോയി. അന്ന് പതിവിലും കവിഞ്ഞ് നേരം വൈകി വരുവാണ്. ഈ പാമ്പ് കിടന്നിരുന്ന സ്ഥലത്ത് ഏകദേശം എത്താറായപ്പോൾ ഒരു വെളിച്ചം. അവൻ മെല്ലെ മെല്ലെ വന്ന് നോക്കുമ്പോഴുണ്ട് ആരോ ഒരു ആളിരിക്കുന്ന പോലെ. അവൻ പേടിച്ചിരുണ്ടു. അല്പം കൂടി നോക്കിയപ്പോൾ അമ്മയുടെ സാരിയോ പോലെ എന്തോ. അവൻ നോക്കിയപ്പോൾ ഒരു സ്ത്രീ പോലെ. അവൻ അടുത്ത് വന്ന് നോക്കിയപ്പോൾ അമ്മ. അവൻ ചോദിച്ചു, അമ്മ എന്താ അമ്മ ഇവിടെ ഇരിക്കരുത്? എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മ?
പെട്ടെന്ന് അമ്മ പറഞ്ഞു, മോനു അമ്മയ്ക്കൊന്നും പറ്റിയില്ല കണ്ണ, അമ്മയ്ക്കൊന്നും പറ്റിയില്ല. അമ്മയ്ക്ക് വീട്ടിലിരുന്നിട്ട് ഇരിപ്പുറക്കണില്ല, ഉറക്കം വരണില്ല. എൻ്റെ മോനു, നിനക്കല്ലേ ചിമ്മിനി വിളക്ക് പിടിച്ചു പോകാൻ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നം, അമ്മയ്ക്ക് എന്ത്? അമ്മ വിചാരിച്ചു നിനക്കല്ലേ കുഴപ്പം, അമ്മ പിടിച്ചു നടന്നാൽ ഞാൻ ഇവിടെ വന്നിരിക്കാൻ തീരുമാനിച്ചു. വീട്ടിലിരുന്നാലും ഉറക്കൊളിക്കണം, ഇവിടെ ഇരുന്നാലും ഉറക്കൊളിക്കണം. ഇവിടെ വന്നിരുന്നാൽ ഇവിടെ മുതലെങ്കിലും എൻ്റെ മോന് സുരക്ഷിതമായി വെളിച്ചത്തിൽ വീട്ടിലേക്ക് സുരക്ഷിതമായി മടങ്ങി വരാനാവില്ലേ? ഞാൻ ഇന്ന് വന്നപ്പോൾ തീരുമാനിച്ചു, ഇനി എന്നും ഇവിടെ വന്നിരിക്കാൻ തീരുമാനിച്ചു, എന്നും ഇവിടെ വന്നിരിക്കാൻ നിശ്ചയിച്ചു. എൻ്റെ മോനാണ് എനിക്ക് വലുത്. വീട്ടിലിരുന്നാലും അമ്മ ഉറക്കൊളിക്കണം, ഇവിടെ ഇരുന്നാലും ഉറക്കൊളിക്കണം. വീട്ടിലിരുന്നാലും പട്ടിണിയിരിക്കണം, ഇവിടെ വന്നാലും പട്ടിണിയിരിക്കണം. ഇവിടെ മുതൽ എൻ്റെ മോനോന് വെളിച്ചം കണ്ട് സർപ്പദംശനം ഏൽക്കാതെ വീട്ടിലേക്ക് പറ്റാലോ. മോനു, അമ്മ തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, ഈ സാഹിത്യകാരൻ പറയുന്നുണ്ട്, എൻ്റെ അന്ധകാര നിബിഡമായ ജീവിതയാത്രയിൽ അന്ന് ആ അമ്പലപ്പറമ്പിൽ അർദ്ധരാത്രിയിൽ എൻ്റെ അമ്മ കത്തിച്ചു വെച്ച വഴിവിളക്ക്, കെടാവിളക്ക് ഇന്ന് വരെ കെട്ടുപോയിട്ടില്ല എന്ന്. പ്രിയമുള്ളവരെ, ഒരു അമ്മ ഒരു മകന് കെടാത്ത കെടാവിളക്കാകുന്നത് എങ്ങനെയാണ്? പ്രിയമുള്ളവരെ, ഒരു അച്ഛൻ ദൈവത്തിൻ്റെ സാരൂപ്യമായി സാമീപ്യമായി രൂപാന്തരപ്പെടുന്നത് ഇങ്ങനെയാണ്. പ്രിയമുള്ളവരെ, വഴിതെറ്റുന്ന ഓരോ മക്കളുടെ ജീവിതങ്ങൾ പഠിച്ചാൽ, നെസ്റ്റിൽ ചികിത്സയിലായിരിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതം പഠിച്ചാൽ, അവരുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലൊരു അച്ഛനും അമ്മയും ഇല്ലാതെ പോയി എന്ന് തന്നെയാണ് ഉത്തരം. പ്രിയമുള്ളവരെ, മുമ്പൊക്കെ ആകെക്കൂടെ ഒരു വാതിലായിരുന്നു മുമ്പിൽ ഉണ്ടായിരുന്നത്. നമ്മൾ നേരം വൈകി വന്നാൽ അമ്മ ഉറക്കൊളിച്ച് ഭക്ഷണം കഴിക്കാതെ കാത്തിരുന്ന് ആ വാതിൽ തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടിയിരുന്നു. ഇന്ന് കാലം മാറി. ഇന്ന് ആർക്കും കാത്തിരിക്കാൻ സമയവുമില്ല, മനസ്സില്ല. ഉറക്കൊളിച്ചാൽ നൂറുകൂട്ട രോഗങ്ങളുടെ പേരുകളാണ്. ഭക്ഷണം കഴിക്കാതിരുന്നാൽ രോഗങ്ങളും ഗ്യാസ് ട്രബിളുകളാണ്. അതുകൊണ്ട് ഇന്ന് വീട് പണിയുമ്പോൾ തന്നെ ഔട്ട് ഹൗസ് പോലെ ഒരു റൂം പണിയും. എന്നിട്ട് അതിനൊരു പുറത്തു നിന്നൊരു പൂട്ടും താഴും വയ്ക്കും. എന്നിട്ട് താക്കോലെടുത്ത് പുറത്തേക്ക് പോകുന്ന മകൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറയും, ദേ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും, നീ എപ്പോഴെങ്കിലും വരികയോ വരാതിരിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്തുകൊള്ളൂ, ദാ താക്കോല്. പ്രിയമുള്ളവരെ, മുമ്പൊക്കെ ഭക്ഷണം കഴിക്കാതെ കാത്തിരുന്ന അമ്മമാരുണ്ടായിരുന്നപ്പോൾ മക്കൾക്കറിയാമായിരുന്നു, എൻ്റെ അമ്മ പാവം ഞാൻ വരുവോളം ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ കരപറ്റേണ്ടതുണ്ട് എന്ന്. എൻ്റെ അമ്മ ഉറക്കൊളിച്ചിരുന്നാൽ ഒരുപക്ഷെ രാവിലെ തലവേദന വന്ന് ഒരുപക്ഷെ ഛർദ്ദിച്ച് അവശയാകുമെന്ന് അവൻ ചിന്തിക്കുന്നത് കൊണ്ട് കാത്തിരിക്കുന്ന അമ്മയെ പ്രതി അവൻ ഓടിക്കതച്ച് വീട്ടിലേക്ക് മടങ്ങി വരുമായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് കാത്തിരിക്കുന്ന അമ്മമാരുടെ എണ്ണങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഉറക്കൊളിക്കുന്ന, ഭക്ഷണം കഴിക്കാതെ തപസ്സിരിക്കുന്ന അമ്മമാരുടെ അച്ഛന്മാരുടെയും സാന്നിധ്യങ്ങളും എണ്ണങ്ങളും കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ അകന്നകന്നു പോകുന്ന മക്കളുടെ, വഴിതെറ്റുന്ന മക്കളുടെ, വഴിതെറ്റി നശിക്കുന്ന മക്കളുടെ എണ്ണം പെരുകി പെരുകി വരുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് കാത്തിരിക്കാനാകൂ, ഒന്ന് ഉണർന്നിരിക്കാനാകൂ. കാത്തിരിക്കുന്ന ഒരു അച്ഛനും അമ്മയും മക്കളുടെ മനസ്സിൽ ദൈവത്തിൻ്റെ സാന്നിധ്യങ്ങളായി രൂപാന്തരപ്പെടുന്നു എന്ന്, കെടാത്ത വഴിവിളക്കായി രൂപാന്തരപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിക്കട്ടെ. ഞാൻ എൻ്റെ മകൻ്റെ മനസ്സിൽ ഏത് രൂപമാണ് ഉടലെടുത്തത് എന്ന് ഓരോരുത്തരൊന്ന് ചിന്തിച്ചു നോക്കട്ടെ. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ ഒരു ദുഃഖവും ദുരന്തം എന്ന് പറയുന്നത് ഇതുപോലെ കാത്തിരിക്കാനുള്ള അച്ഛന്മാർ, അമ്മമാർ ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ സങ്കടം അതാണ്. എൻ്റെ കുടുംബത്തിൻ്റെ സങ്കടം അതാണോ? എൻ്റെ മക്കളുടെ സങ്കടം അതാണോ? എൻ്റെ മക്കൾ കരയുന്നത് അതാണോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. പ്രിയമുള്ളവരെ, എൻ്റെ ഇടവകയിലുണ്ടായിരുന്ന ഒരു സഹോദരൻ ക്യാൻസർ ബാധിതനായി മരണാസന്നനായി നിൽക്കുകയാണ്. അദ്ദേഹം എന്നോട് ഒരു ദിവസം ഞാൻ കാണാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ
അവൻ്റെ ആദ്യ കുർബാന സ്വീകരണം കണ്ടിട്ട് മരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്കത് സാധിക്കുമെന്ന് തോന്നണില്ല. ഞാൻ ചോദിച്ചു, അതെന്താണ് അങ്ങനെ? അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ മകൻ എഡ്വിൻ, അവൻ എല്ലാ ദിവസവും എൻ്റെ കൂടെ കുർബാനയ്ക്ക് വരുമ്പോൾ ഞാൻ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് അവനും എന്നോടൊപ്പം കൈ നീട്ടുമായിരുന്നു. അവൻ കൈ നീട്ടുമ്പോൾ ഞാൻ അവൻ്റെ കൈ മുറുകെ ഇങ്ങനെ പിടിച്ച് പിൻവലിപ്പിക്കും. അപ്പോൾ അവൻ അടുത്ത കൈ നീട്ടും. അപ്പോൾ ഞാൻ അതും മുറുകെ പിടിക്കും. അപ്പോൾ അവൻ നാവ് നീട്ടും. അപ്പോൾ അച്ഛൻ എനിക്ക് മാത്രം പരിശുദ്ധ കുർബാന നൽകിക്കൊണ്ട് കടന്നു പോകും. അപ്പോൾ അവൻ വാവിട്ട് കരയുമായിരുന്നു. എന്നും അവൻ വാവിട്ട് കരയുമായിരുന്നു. എന്തു ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുന്ന എനിക്ക് എൻ്റെ മോന് യേശുവിനെ വാങ്ങിക്കൊടുക്കാൻ, ദിവികാരുണ്യത്തെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന സങ്കടം എന്നും എനിക്കുണ്ടായിരുന്നു. ഞാൻ എന്നും അവനോട് പറയുമായിരുന്നു, ഒരു 2 വർഷം കഴിയട്ടെ, 3 വർഷം കഴിയട്ടെ, എൻ്റെ മോന് അപ്പൻ ഇത് വാങ്ങിത്തരുന്നുണ്ട് എന്ന്. അച്ഛാ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിലൂടെ എൻ്റെ മോനെ നിഷേധിച്ചിരുന്നത് വാങ്ങിക്കൊടുക്കണമെന്ന്. ഇപ്പോൾ ക്യാൻസറിൻ്റെ അവസാനത്തെ സ്റ്റേജായി. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഞാൻ മരണം അടയുമെന്ന് കരുതുന്നു. ആ ചെറുപ്പക്കാരൻ എൻ്റെ മുമ്പിൽ നിന്ന് ക്യാൻസർ ബാധിതനായ മോൻ കരയുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ എൻ്റെ മോൻ്റെ ആദ്യ കുർബാന സ്വീകരണം ക്ഷേമമായി നടത്തിക്കൊടുക്കണം, അവനൊരു വിഷമവുമില്ലാതെ നടത്തിക്കൊടുക്കണം. അച്ഛൻ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഈ മനുഷ്യൻ വാവിട്ട് കരയുകയാണ്. പ്രിയമുള്ളവരെ, ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ദിവസം എല്ലാ മക്കളും അവരുടെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ദേവാലയത്തിൽ വന്നപ്പോൾ ഈ കുട്ടിയുടെ അപ്പൻ മാത്രം കൂടിയില്ല, പകരം അപ്പാപ്പനാണ്. പ്രിയമുള്ളവരെ, ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടി കുടുകൂടെ കരയാൻ തുടങ്ങി. ടീച്ചർ വന്നിട്ട് പറഞ്ഞു, ഈ കുട്ടി കരയുന്നു അച്ഛാ. ഞാൻ ചെന്നു, എന്താണ് മോനെ? അവൻ പറഞ്ഞു, എല്ലാവരുടെ കൂടെയും അവരവരുടെ അപ്പച്ചനുണ്ട്, എൻ്റെ കൂടെ മാത്രം എൻ്റെ അപ്പ ഇല്ലല്ലോ. അപ്പ ഇപ്പൊ എവിടെയാ? എൻ്റെ അപ്പ ഇല്ലല്ലോ, എനിക്ക് അപ്പയെ കാണണം, എൻ്റെ അപ്പ. ഞാൻ പറഞ്ഞു, മോനുവിൻ്റെ അപ്പൻ സ്വർഗത്തിലിരുന്ന തത്സമയം മോനുവിൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വർഗത്തിലിരുന്ന് നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ വാവിട്ട് കരയാൻ തുടങ്ങി. ഇപ്പോഴുള്ളവരെ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കരഞ്ഞു. അവിടെ ഉള്ളവരെല്ലാം പെട്ടെന്ന് സങ്കടപ്പെട്ടു പോയി. ഇപ്പോഴുള്ളവരെ, ജീവിതത്തിൽ ഈ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് എന്നോടൊരിക്കൽ പറഞ്ഞു, എനിക്കെൻ്റെ മക്കളെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ലല്ലോ, എനിക്കെൻ്റെ മക്കളെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല. ഈ കുട്ടി ഒരിക്കൽ എന്നോട് പറഞ്ഞു, എനിക്കെൻ്റെ അപ്പായെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, ഇന്ന് നമുക്ക് ദൈവം ആയുസ്സ് തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്, അവസരം തന്നിട്ടുണ്ട്, നമുക്ക് നമ്മുടെ മക്കളെ തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ നമുക്ക് സ്നേഹിക്കാം. നമുക്ക് നമ്മുടെ മക്കൾക്ക് കരുതലും കാവലും ആകാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉറക്കമൊളിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് തപസ്സിരിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പട്ടിണിയിരിക്കാം. നമ്മുടെ മക്കളൊന്നും നശിക്കാത്ത മക്കളാകട്ടെ. നമ്മളൊക്കെ നമ്മുടെ മക്കളെ സ്നേഹിച്ച് കടന്നു പോകുമ്പോൾ ദൈവതുല്യരായി മാറട്ടെ. നമ്മുടെ മക്കളുടെ മനസ്സിൽ കെടാത്ത വിളക്കുകളായി തീരട്ടെ. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 127:3 വചനം പറയുന്നു, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനമാണ്. ദൈവം നൽകിയ മക്കളെ ദൈവത്തിൻ്റെ സമ്മാനമെന്ന നിലയിൽ, ദാനമെന്ന നിലയിൽ ഏറെ നന്നായി സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1 ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിനക്ക് എന്ത് പ്രത്യേകമായ മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? നമുക്ക് ദാനമായി തന്ന മക്കളെ നന്നായി സ്നേഹിക്കാം. ഞാൻ കാരണം, എൻ്റെ അശ്രദ്ധ കാരണം, എൻ്റെ സ്നേഹമില്ലായ്മ കാരണം, എൻ്റെ ശ്രദ്ധയില്ലായ്മ കാരണം, എൻ്റെ കരുതലില്ലായ്മ കാരണം ഒരു മോനും മോളും ഇനി പിഴച്ചു പോകാൻ ഇടവരാതിരിക്കട്ടെ. ആമേൻ.